എലിവേഷൻ ഭംഗിയാകാൻ നിരപ്പായും ചരിഞ്ഞതുമായ മേൽക്കൂരകളുടെ കോമ്പിനേഷൻ ഉപയോഗിക്കാറുണ്ട്. രണ്ടുതരം മേൽക്കൂരകൾ ഒരുമിച്ച് വരുമ്പോൾ കോൺക്രീറ്റിംഗിൽ പല ഘട്ടമായി വേണ്ടിവരും. ഇത് ജോയിന്റ് കൂട്ടാനും വിള്ളലുകൾ ചോർച്ചയും ഉണ്ടാകാനും കാരണമാകാം. ഏതൊക്കെ സ്ഥലങ്ങളിൽ ജോയിന്റ് കൊടുത്താൽ വിള്ളൽ ഒഴിവാക്കാമെന്ന് ഒരു എഞ്ചിനീയർക്ക് കൃത്യമായി അറിയാൻ കഴിയും. അതിനാൽ ഓരോ ഘട്ടം വാർക്കുമ്പോഴും സാങ്കേതിക മേൽനോട്ടം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സൺഷെയ്ഡ് ഇല്ലാത്തതും സൺഷെയ്ഡിൻ്റെ പോരായ്മകളും ചോർച്ചയായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സൺഷെയ്ഡ് ഒഴിവാക്കുന്നത് ഭിത്തി നനയ്ക്കാൻ കാരണമാകും. സൺഷെയ്ഡ് ഭിത്തിയുമായി ചേരുന്ന ഭാഗം ചരിച്ച് പ്ലാസ്റ്റർ ചെയ്യണം. സൺഷെയ്ഡിൻ്റെ അറ്റത്ത് വാട്ടർ കട്ടിങ്ങും കൊടുക്കണം. ഇലക്ട്രിക്കൽ പൈപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൈപ്പുകൾ പ്രധാന കമ്പിയുടെ തൊട്ടു താഴെ വരണം. കോൺക്രീറ്റ് സമയത്ത് ശരിക്ക് കുത്തിയിളക്കിയിട്ടില്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെയും തട്ടടിച്ചതിൻ്റെയും ഇടയിൽ മെറ്റൽ ഇല്ലാതെ ഗ്രൗട്ട് മാത്രമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഴക്കം ചെന്ന വീടുകളിൽ ചോർച്ചയ്ക്ക് സാധ്യത കൂടുതലാണ്. ഇത്തരം പ്രശ്നങ്ങൾ വാട്ടർ പ്രൂഫിങ്ങിലൂടെ പൂർണ്ണമായി മാറ്റാൻ പറ്റും. എവിടെ എന്തുകൊണ്ട് ചോർച്ച വന്നു എന്നത് ആദ്യം കണ്ടെത്തണം. വിള്ളലാണ് കാരണമെങ്കിൽ അത് ഉണ്ടാകാൻ കാരണം എന്താണ്? തറ ഇരുന്നു പോയിട്ടുണ്ടോ? കമ്പിക്ക് തുരുമ്പുണ്ടായിട്ടുണ്ടോ? കമ്പിക്ക് ചുറ്റും വേണ്ട വിധത്തിൽ കവറിംഗ് ഇല്ലേ? തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തണം. സീലിംഗിൽ നനവ് കാണുന്നിടത്ത് ടെറസിൽ വിള്ളലോ പൊട്ടലോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. വിള്ളൽ വലുതാണെങ്കിൽ അരികുകൾ രാഗി വൃത്തിയാക്കിയ ശേഷം വേണം ക്രാക്ക് ഫില്ലർ വെച്ച് അടയ്ക്കാൻ. ഹെയർ ലൈൻ വിള്ളലുകൾ വൃത്തിയാക്കി ക്രാക്ക് ഫില്ലർ തേച്ച് അടച്ചാൽ മതി. വീണ്ടും പ്ലാസ്റ്റർ ചെയ്യേണ്ടി വന്നാൽ പുതിയ വീടുകളിൽ ചെയ്യുന്നതുപോലെ പ്ലാസ്റ്ററിങ്ങിനോടൊപ്പം വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് ചേർക്കാം. ഇൻ്റഗ്രൽ വാട്ടർ പ്രൂഫിംഗ് എന്ന ഈ സംവിധാനം ചെറിയ വിള്ളലുകൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. പ്ലാസ്റ്ററിങ്ങിന് മുകളിൽ പ്രൈമർ അടിച്ച് ഒരു കോട്ട് വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് കൂടി ചേർക്കുന്നത് വെള്ളം ഒട്ടും അകത്തേക്ക് ഇറങ്ങാതിരിക്കാൻ സഹായിക്കും. ചെറിയ ചോർച്ചകൾ ഫില്ലർ വെച്ച് അടച്ച ശേഷം പ്രൈമർ അടിച്ച് മുകളിൽ വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് അടിച്ചാൽ മതി.